തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് മന്ത്രി സജി ചെറിയാൻ. ഗ്രാമീണ മേഖലകളിൽ വികസനം കൊണ്ടുവരാനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് നവകേരളം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മാരാരിക്കുളം വടക്കു പഞ്ചായത്ത് ഓഡിറ്റോറിയവും നവീകരിച്ച ഓഫീസ് കെട്ടിടവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ ഗ്രാമീണ റോഡുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറി. ചിത്രത്തിന്റെ മണ്ഡലത്തിന്റെ ഇത്തിരി മുമ്പ് ഈ പഞ്ചായത്തിലെ ഒരു 2 കോടി മുടക്കിയ ഒരു കെട്ടിടം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ സത്യത്തിന് മനസ്സിൽ ഒരു പരിഷ്കാര പ്രവർത്തനത്തിലേക്ക് മനോഹരമായിട്ടാണ് അനുഭവപ്പെടുന്നത്. എല്ലാ സ്കൂളുകളും കെട്ടണം, നല്ല ആശുപത്രി കെട്ടണം, നല്ല പഞ്ചായത്ത് ഓഫീസുകൾ, നല്ല റോഡുകൾ, ഇഷ്ടംപോലെ പാലങ്ങൾ. ആലപ്പുഴ മണ്ഡലം വികസന രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റമാണ് അനുവദിക്കപ്പെട്ട തുക തന്നെ ചെലവഴിച്ച് പൂർത്തീകരിക്കാൻ തന്നെ ഇനിയും ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും. അത്രയും പണം അനുവദിച്ചിട്ടുണ്ട്. ഇനിയും വേണ്ട വികസന പ്രവർത്തനങ്ങൾ ആവശ്യമെന്ന് അദ്ദേഹത്തിന്. ദേശീയപാത വികസനം, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ദേശീയ ജലപാത എന്നിവ പൂർത്തിയാകുമ്പോൾ അടിസ്ഥാന സൗകര്യ മേഖലയിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അടുത്ത 25 വർഷം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. മാസപ്പടി കേസിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു നിമിഷം അധികാരത്തിൽ തുടരാൻ കഴിയില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഹൈക്കോടതിയിൽ നിന്ന് കനത്ത പ്രഹരമാണ് സംസ്ഥാന സർക്കാരിന് കിട്ടുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അഴിമതിയെ മറയ്ക്കാൻ സർക്കാർ സംവിധാനം ഉപയോഗിക്കുകയാണോ എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ചെങ്ങന്നൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് അതിശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നേരെ ഹൈക്കോടതി അടിച്ചിരിക്കുകയാണ്. 27.7 ലക്ഷം ഉറുപ്പികയൊക്കെ ചെലവഴിച്ച് വക്കീലന്മാരെ വെച്ച് കേസ് നടത്തിയിട്ട് ഹൈക്കോടതിയിൽ KSIDC തകർന്ന് തരിപ്പണമായിപ്പോയി. എന്തിനാണ് KSIDC SFIO അന്വേഷണം തടയാൻ വേണ്ടി കോടതിയിൽ വന്നതെന്നാണ് കോടതി നേരിട്ട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്നാണ് ചോദിച്ചത്. KSIDC സർക്കാർ സ്ഥാപനമല്ലേ എന്ന് പച്ചയ്ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിരിക്കുക. ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഈ സർക്കാരിൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടകരമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ്. അഴിമതി മറയ്ക്കാൻ ഗവൺമെൻറ് സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയാണോ എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്നത്. മാസപ്പടി കേസിൽ വസ്തുതകളെല്ലാം പുറത്തു വന്നാൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു നിമിഷം പോലും അധികാരത്തിലിരിക്കാൻ സാധിക്കില്ല. അതേസമയം K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ K സുരേന്ദ്രൻ ദർശനം നടത്തി. പ്രവർത്തകർ വഞ്ചിപ്പാട്ട് പാടിയാണ് സുരേന്ദ്രനെ സ്വീകരിച്ചത്. വണ്ടിമല ദേവസ്ഥാനവും ചെങ്ങന്നൂർ KPMS ആസ്ഥാനവും സുരേന്ദ്രൻ സന്ദർശിച്ചു. തുടർന്ന് മാന്നാർ SNDP ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. ബലിദാനി അനു PS ഭവനത്തിലും K സുരേന്ദ്രൻ സന്ദർശനം നടത്തി. ചർച്ച് ഓഫ് ഗോഡ് സഭ ആസ്ഥാനത്തും K സുരേന്ദ്രൻ എത്തിയിരുന്നു. മാവേലിക്കര ട്രാവൻകൂർ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സൗഹൃദ സദസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. തന്നെ ഏറ്റവും മലിനമായ ജലം കുടിക്കുന്ന ജനങ്ങൾ ഏതാണെന്നുള്ള വിവിധ ഏജൻസികളുടെ റിപ്പോർട്ട് വ്യക്തമായി വന്നിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ അവിടുന്ന് അയക്കുന്നത് ആരെയാണ്? പാർലമെന്റ്. നമ്മൾ അയക്കുന്നത് ആരെയാണ്? വീണ്ടും പാർലമെന്റ്. അപ്പൊ അതാണ് ചോദിച്ചത്. ഇത്രയും പൈസ സെൻട്രൽ ഗവൺമെന്റ് തന്നിട്ടും മലിനജലം കുടിക്കേണ്ടി വരുന്ന ജനങ്ങൾ, അതിന് പകരമാണ് മോദി സർക്കാർ ജലജീവൻ മിഷൻ കൊണ്ടുവന്നത്. അതും അവിടെ നടക്കുന്നില്ല. സംസ്ഥാന ബജറ്റിൽ നെൽ കർഷകരെ അവഗണിച്ചതിനെതിരെ പന്തം കൊളുത്തി പ്രകടനവുമായി നെൽ കർഷക സംരക്ഷണ സമിതി മങ്കൊമ്പിൽ നടത്തിയ സമര പരിപാടി സമിതി രക്ഷാധികാരി VJ ലാലി ഉദ്ഘാടനം ചെയ്തു. കർഷകരെ അവഹേളിച്ച ഉയരുന്ന
സർക്കാരിനെതിരെ ഉയരുന്നു കർഷകരുടെ പ്രതിഷേധം. കാർഷിക മേഖലയെ അവഗണിക്കുന്ന സർക്കാരുകൾക്കും ഭരണാധികാരികൾക്കും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി ജെ ലാലി പറഞ്ഞു. അങ്ങനെ രാജ്യത്തിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കുന്നതാണ് പ്രാഥമിക ഉൽപാദന മേഖലക്കാരായ കാർഷിക മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നവർ. രാജ്യത്തോട് അവർ കുറ്റം ചെയ്യുകയാണ് എന്ന് കാണാൻ കഴിയും. പല രാഷ്ട്രങ്ങളുടെയും നശിച്ചുപോയ തകർന്നുപോയ പല രാഷ്ട്രങ്ങളുടെയും ഗതികളെടുത്ത് പരിശോധിച്ചാൽ അവർ ഉപഭോക്തൃ സംസ്ഥാനമായി മാത്രം മാറി നിന്ന ഒരു സംസ്ഥാനങ്ങളായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പുറത്തുനിന്ന് കൊണ്ടുവരാം, പുറത്തുനിന്ന് ആഹാരം കൊണ്ടുവരാം, പുറത്തുനിന്ന് എന്തും കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്ന ഭരണാധികാരികളുള്ള ഒരു രാഷ്ട്രം, ആ രാഷ്ട്രം പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ആ നാട് പിടിച്ചു നിൽക്കില്ല. അതുകൊണ്ടാണ് ഉൽപാദന മേഖല, പ്രത്യേകിച്ചും അന്നം ഉൽപ്പാദിപ്പിക്കുന്ന മേഖല, കാർഷിക മേഖല അടക്കമുള്ള മേഖലകളെ സംരക്ഷിച്ചു നിർത്തുവാനുള്ള നമ്മുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതുകൊണ്ട് നമുക്ക് പിന്മാറാൻ കഴിയുന്ന കാര്യമല്ല, പിന്മാറാൻ കഴിയില്ല. കാരണം അടിസ്ഥാന വർഗം, ഉൽപ്പാദിപ്പിക്കുന്ന വർഗം കർഷകരാണ്. സമിതി സംസ്ഥാന പ്രസിഡന്റ് റിജിന അഷ്റഫ് കാഞ്ഞിരത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു സമര പരിപാടികൾ. വർക്കിംഗ് പ്രസിഡന്റ് പി ആർ സതീശൻ, സംസ്ഥാന കോർഡിനേറ്റർ ജോസ് കാവനാട്, വൈസ് പ്രസിഡന്റുമാരായ പി വേലായുധൻ നായർ, ലാലിച്ചൻ പള്ളിവാതുക്കൽ, പി ശിവൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. നെൽകർഷകരെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് കുട്ടി മാത്യു ചീരംവേലിൽ. നെല്ല് സംഭരണം കാര്യക്ഷമമാക്കാൻ യാതൊരു നിർദ്ദേശവും ബജറ്റിൽ ഇല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നെല്ല് സംഭരണത്തിന് റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തണമെന്ന കർഷകരുടെയും കർഷക സംഘടനകളുടെയും ആവശ്യത്തിന് യാതൊരു പരിഗണനയും കിട്ടിയില്ലെന്നും തോമസ് കുട്ടി മാത്യു പറഞ്ഞു. ബജറ്റിൽ കർഷകരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് എടത്തുവ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് കുട്ടനാടൻ കർഷകരെ തീർത്തും വഞ്ചിക്കുന്ന ഒരു ബജറ്റായിരുന്നു. കുട്ടനാടൻ കർഷകർക്ക് വളരെ നാളുകളായിട്ടുള്ള പ്രശ്നമായിരുന്നു നെല്ലിൻ്റെ സംഭരണ വില കൃത്യമായിട്ട് കൊടുക്കണം, അതിനായിട്ടൊരു റിവോൾവിംഗ് ഫണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും ഉൾപ്പെടുത്താതെ കുട്ടനാട്ടിലെ കർഷകരെ വഞ്ചിക്കുന്ന പ്രവണതയാണ് ഈ ബജറ്റിലൂടെ നമ്മൾ വന്നത്. അതിനെതിരായിട്ട് ശക്തമായിട്ട് കേരള കോൺഗ്രസ് എടത്തുവ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്കറിയാം റോയൽറ്റി എന്ന് പറയുന്ന ഒരു തുക 55 കോടി രൂപ അനുവദിച്ചിട്ട് ഒരു രൂപ പോലും കഴിഞ്ഞ ബജറ്റിൽ ഈ ഒരു കർഷകനും കിട്ടിയിട്ടില്ല. ആ കിട്ടാത്ത ഫാക്ട് ഇപ്രാവശ്യം അത് അനുവദിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചുമ്മാ കുറേ പേപ്പർ വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രി ഇളക്കിയിട്ട് കുട്ടനാടൻ കർഷകരെയും മറ്റ് നെൽമേഖലയിൽ ജോലി ചെയ്യുന്ന കർഷകരെയും തീർത്തും വഞ്ചിക്കുന്ന ഒരു ബജറ്റായിട്ടാണ് ഇത് മാറിയത്. ഇത് സൂചനാ സമരം മാത്രമാണെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ശക്തമായ സമര പരിപാടികൾ കേരള കോൺഗ്രസ് ആവിഷ്കരിക്കുമെന്നും തോമസ് കുട്ടി മാത്യു അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് ബാബു സേവ്യറിന്റെ അധ്യക്ഷതയിലായിരുന്നു സമര പരിപാടികൾ. പാർട്ടി ഉന്നതാധികാര സമിതി അംഗം റോയ് ഊരാംവേലിൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി തോമസ് കളത്തിൽ, ടെഡി സക്രിയ, ജെയിൻ മാത്യു, ജയമ്മ ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ശുചിത്വ ആരോഗ്യ മേഖലകൾക്ക് ഊന്നൽ നൽകി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. ശുചിത്വ മേഖലയ്ക്ക് 7.6 കോടി രൂപയും ആരോഗ്യരംഗത്തെ പ്രധാന പദ്ധതികൾക്ക് 8.26 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പ്രാരംഭമാക്കി 47,208 രൂപയും തൻവർഷ വരവ് 114,62,22,000 ഉൾപ്പെടെ 115,92,208 രൂപയുടെ വരവും 114,58,34,006 രൂപ ചിലവും 51,58,202 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികളുടെ വിശദമായ എസ്റ്റിമേറ്റും പ്ലാനും ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ശുചിത്വം, ആരോഗ്യം, കുടുംബശ്രീ, അതിദരിദ്രർക്കുള്ള ഭവന നിർമ്മാണം, ഭിന്നശേഷി ക്ഷേമം, വനിതാ ശിശു ആരോഗ്യം എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകി 2024-25 വർഷത്തെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദാണ് സമൃദ്ധി എന്നു പേരോടെ ബജറ്റ് അവതരിപ്പിച്ചത്. ആകെ 115,09,92,208 രൂപ വരവും
114,58,34,006 രൂപ ചെലവും 51,58,202 രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ശുചിത്വ മേഖലയിലെ പ്രധാന പദ്ധതികൾക്കായി 7.6 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ആരോഗ്യരംഗത്തെ പ്രധാന പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കുമായി 8.26 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി കോളനികളുടെ സമഗ്ര വികസനത്തിന് 5.75 കോടി രൂപ, കാർഷിക മേഖലയിലെ ശ്രദ്ധ പതിപ്പിക്കേണ്ട പദ്ധതികൾക്ക് 2.85 കോടി രൂപ, ദാരിദ്ര്യ ലഘൂകരണത്തിന് 1.08 കോടി രൂപ, മത്സ്യബന്ധന മേഖലയിലെ പ്രധാന പദ്ധതികൾക്ക് 1.05 കോടി രൂപ എന്നിങ്ങനെ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പൊതുജലാശയങ്ങൾ ആഴം കൂട്ടി സംരക്ഷിക്കുന്നതിനായി 1 കോടി രൂപയും ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ മാലിന്യ സംസ്കരണത്തിന് 15 ലക്ഷം രൂപയും ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. സൗന്ദര്യ ചികിത്സാ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളത്. ഭരണസമിതിയുടെ 4ാമത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത്. മുൻകാല ബജറ്റുകളിൽ പറഞ്ഞിട്ടുള്ള 95% കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിഞ്ഞതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TS താഹ, ബിനു ഐസക് രാജു, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയ്ക്കും സേവന മേഖലയ്ക്കും ഒരേപോലെ പ്രാധാന്യം കൊടുത്തുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബീന ജോസഫ് ഭരണസമിതി മുമ്പാകെ അവതരിപ്പിച്ചത്. 9,72,79,145 രൂപ വരവും 8,32,26,000 രൂപ ചെലവും 70,53,145 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കുന്നതിനും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നതിന് കർഷക തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കുന്നതിനായി കർഷകർക്ക് മിഷനറി ഉപയോഗിച്ചുകൊണ്ടുള്ള നൂതന കൃഷിരീതിയിൽ അവരെ പ്രാപ്തമാക്കുക, സിവിൽ സ്കോർ മൂലം കാർഷിക മേഖലയിൽ നിന്നും പിന്തിരിയുന്ന കർഷകരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് ആ മേഖലയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി ഉൽപാദന മേഖലയിൽ കൂടുതൽ ഫണ്ടും വകയിരുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റിനാണ് 24-25 വർഷം രൂപകൽപ്പന നൽകിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വിഹിതവും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഫണ്ടും മറ്റു വരവുകളും കൂട്ടിച്ചേർത്ത് 9,29,145 രൂപ പ്രതീക്ഷിക്കുന്നു. ഇവയിൽ ഭരണ ചിലവും പദ്ധതി ചിലവുകളും മറ്റ് ചിലവുകളും കൂടി ചേർത്ത് 8,32,26,000 രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നു. ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ആശാദാസ്, സബിത രാജേഷ്, മെമ്പർമാരായ റോജി ജോസഫ്, സരിത സന്തോഷ്, സന്ധ്യ സുരേഷ്, സുമ സനൽ, വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഗ്രാമത്തിന്റെ പ്രതിഷേധം. വാഴപ്പള്ളി പഞ്ചായത്ത് 20ാം വാർഡ് വെട്ടിത്തുരുത്ത് നിവാസികളാണ് വർഷങ്ങളായി തകർന്ന റോഡിലൂടെ സഞ്ചരിച്ച് ദുരിതം സഹിക്കവയ്യാതെ പ്രതിഷേധ സമരവുമായി എത്തിയത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിച്ച് ശരീരവും മനസ്സും തകർന്ന പ്രദേശവാസികളാണ് സമരവുമായി രംഗത്തെത്തിയത്. നിരവധി തവണ അധികാരികളോട് പരാതി പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന് വെട്ടിത്തുരുത്ത് നിവാസികൾ പറയുന്നു. ഇതിൽ പ്രതിഷേധിച്ചും റോഡ് അടിയന്തരമായി നന്നാക്കി കിട്ടണമെന്നാവശ്യപ്പെട്ടും ബുധനാഴ്ച രാവിലെ 8 മുതൽ 8:30 വരെ റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ സമരം. പ്രതിഷേധ സമരം വെട്ടിത്തുരുത്ത് സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ വർഗീസ് നമ്പിമഠം ഉദ്ഘാടനം ചെയ്തു. ഇതാ ഒരു നാടിന്റെ പ്രശ്നം ഒരു ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, വ്യസനത്തോടെ പറയുവാനായിട്ട് സാധിക്കുന്നത്. നമ്മള് വീണ്ടും ഇവരിലേക്ക് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ കേരളക്കാരെപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ്. സർക്കാരിന്റെ കയ്യിൽ സംസാരിക്കുമ്പോൾ അവർ പറയും പണമില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, ഞങ്ങൾ ടാക്സ് അടയ്ക്കുന്നില്ലേ? റോഡ് ടാക്സ് ആയിട്ട് ഞങ്ങൾ തരുന്നുണ്ട്. ഒരു വണ്ടി എടുക്കുമ്പോൾ ഭീമമായ തുക റോഡ് ടാക്സ് ആയിട്ട് അടയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്ക് AI ക്യാമറ വന്നത് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ഇതൊക്കെ പിടിച്ചിട്ട് എനിക്ക് തന്നെ ഈ വർഷത്തിൽ ഒരു 6,000 രൂപയോളം വന്നു. ഇതൊക്കെ പിടിച്ചിട്ട് നമ്മുടെയൊക്കെ ഈ റോഡിലേക്കൊക്കെ വിനിയോഗിക്കുമെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ അതും ഉണ്ടായില്ല. ഞങ്ങൾ എല്ലാ കാലത്തും ഈ റോഡൊന്ന് വൃത്തിയായി കിടക്കുക. ഇവിടെ താമസിക്കുന്നത് മനുഷ്യരാണ്, അവർക്ക് ആവശ്യങ്ങളുണ്ട്, അവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടണം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മനോഹരമായിട്ടുള്ള റോഡ്, ഞങ്ങൾ ആരും MC റോഡ് പോലത്തുള്ള വിശാലമായ റോഡ് ആവശ്യപ്പെടുന്നില്ല. 200ഓളം കുടുംബങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഏക ആശ്രയമാണ് ഈ വഴി. റോഡ് തകർന്നു കിടക്കുന്നത് മൂലം ഓട്ടോറിക്ഷക്കാർ പോലും ഇവിടേക്ക് ഓട്ടം പോകാൻ മടിക്കുന്ന സ്ഥിതിയാണുള്ളത്. തങ്ങളുടെ യാത്രാ ദുരിതം മനസ്സിലാക്കി അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടായിരുന്നു നാട്ടുകാരുടെ സമരം.
ആലപ്പുഴ നഗരസഭ വലിയമരം ഡിവിഷനിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. പ്രാഥമിക ചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആരോഗ്യ കേന്ദ്രം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. സെൻട്രൽ സ്കീമിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ് സ്കീമുകളുടെയും ഭാഗമായിട്ടാണ് ഇത്തരം നഗരാരോഗ്യ കേന്ദ്രങ്ങൾ ഇങ്ങനെ ആരംഭിക്കുന്നത്. നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് അവരുടെ ചികിത്സാ ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമുണ്ടാക്കുക എന്ന വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് ഇത്തരം കേന്ദ്രങ്ങളുടെ ഭാഗമായി ആലപ്പുഴ നഗരസഭ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകെ 12 കേന്ദ്രങ്ങളിൽ മൂന്നാമത്തേതാണ് ഇപ്പോൾ പുതിയതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആദ്യം എരുവുകാട് വാർഡിലെ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഇത് മൂന്നാമത്തെ കേന്ദ്രമാണ്. ഈ 12 കേന്ദ്രങ്ങൾ നഗരത്ത് വരുന്നതോടുകൂടി ജനങ്ങൾക്ക് അത്യാവശ്യം വേണ്ടിവരുന്ന ആരോഗ്യ ആവശ്യങ്ങളിൽ അവർ താമസിക്കുന്നതിന് ഏറ്റവും അടുത്ത് നടന്നെത്താൻ കഴിയുന്ന ദൂരത്തിൽ ഒരു സൗകര്യം ഉണ്ടാവുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മളെ എല്ലാം സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യം ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതാണ്. പുലേൻവഴി ജംഗ്ഷന് വടക്കുഭാഗത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രം അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷയായിരുന്നു. ജനറൽ OP, ലബോറട്ടറി, ജീവിതശൈലി രോഗനിർണയം, ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണം എന്നീ ക്ലിനിക്കൽ സേവനങ്ങൾക്ക് പുറമെ രോഗവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറുമായുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യം, ഗുരുതര രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി തുടർ ചികിത്സാ നിർദ്ദേശങ്ങൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. സെന്ററിന്റെ OP പ്രവർത്തനം ഉച്ചയ്ക്ക് 1 മുതൽ രാത്രി 7 വരെയാണ്. ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഫാർമസിസ്റ്റ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർ എന്നിവരെയാണ് പ്രാഥമികമായി സെന്ററിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. നഗരസഭ ആരംഭിക്കുന്ന 12 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ മൂന്നാമത്തെ സെന്ററാണ് ഇപ്പോൾ ആരംഭിച്ചത്. ചെന്നിത്തല തൃപ്പരുന്തുറ ഗ്രാമപഞ്ചായത്തിലെ കാരാഴ്മ ചന്തയിൽ ഹരിതകർമ്മസേന സംഭരിച്ചു വെച്ചിരുന്ന പ്ലാസ്റ്റിക് കെട്ടുകൾക്ക് തീപിടിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് ആക്ഷേപം. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു തീപിടുത്തം. ചെന്നിത്തല തൃപ്പരുന്തുറ പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നുമായി ഹരിതകർമ്മസേന ശേഖരിച്ചു വെച്ച പ്ലാസ്റ്റിക് കെട്ടുകൾക്കാണ് തീപിടിച്ചത്. വൻ ശബ്ദത്തോടെ തീ ഉയരുന്നത് കണ്ട നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മാവേലിക്കരയിൽ നിന്നെത്തിയ 2 യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് രവികുമാർ കൊമൻഡത്ത്, സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു പടകത്തിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K. വിനു, അഭിലാഷ് തുമ്പിനാഥ് തുടങ്ങിയവരും സ്ഥലത്തെത്തി. തീപിടിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ പറഞ്ഞു. ചെന്നിത്തല തൃപ്പരുന്തുറ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കാരാഴ്മ ചന്ത ഇപ്പോൾ മാലിന്യം സംഭരിക്കുന്നതിനായാണ് ഉപയോഗിക്കുന്നത്. ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. രാത്രിയിലുണ്ടായ തീപിടുത്തം ആസൂത്രിതമാകാമെന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. തരംതിരിച്ച മാലിന്യ കെട്ടുകളിലാണ് തീപിടുത്തം ഉണ്ടായതെന്നും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നും കത്തിക്കുമെന്ന് ചിലർ പറഞ്ഞിരുന്നതായും ഹരിതകർമ്മസേന അംഗങ്ങൾ പറയുന്നു. പഞ്ചായത്തിലെ മാത്രമല്ല ഹരിതകർമ്മസേന ഉള്ളതും പ്ലാസ്റ്റിക് ഉള്ളതും എത്ര പഞ്ചായത്ത് കേരളത്തിലുണ്ടോ അവിടെ എല്ലാ ഹരിതകർമ്മസേനയുണ്ട്, പ്ലാസ്റ്റിക്കും ഉണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് കാരാഴ്മ ചന്ത മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയതെന്നും മാലിന്യങ്ങൾ സംഭരിച്ച് തരംതിരിക്കുന്നതിനായി പുതിയ MCF കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. തുടർച്ചയായി 7ാം വർഷവും ശൈത്യകാല പച്ചക്കറികൾക്ക് വിളനിലമായി ചങ്ങനാശ്ശേരി കുറുമ്പനാടം സെന്റ് ആന്റണീസ് LP സ്കൂൾ അങ്കണം. ശൈത്യകാല വിളകൾക്ക് പുറമെ മറ്റു പച്ചക്കറികളുടെയും കിഴങ്ങുവർഗ്ഗങ്ങളുടെയും വിളസമൃദ്ധിയാൽ സമ്പന്നമാണ് ഈ കൊച്ചു വിദ്യാലയം. ക്യാബേജും കോളിഫ്ലവറും ബ്രക്കോളിയും ക്യാരറ്റും ബീട്രൂട്ടുമൊക്കെ കടകളിൽ കണ്ടാണ് പലർക്കും പരിചയമെങ്കിൽ കുറുമ്പനാടം സെന്റ് ആന്റണീസ് LP സ്കൂൾ അങ്കണം കഴിഞ്ഞ 7 വർഷമായി ഇവയുടെ വിളനിലമാണ്. ഓരോ സീസണും ശൈത്യകാല പച്ചക്കറികളാൽ സമൃദ്ധമാകും ഈ വിദ്യാലയ അങ്കണം.
സ്കൂളിലെ കാർഷിക ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് കൃഷി. 20 കുട്ടികളാണ് ക്ലബിലുള്ളത്. അവർക്കാണ് കൃഷി പരിപാലന ചുമതല. ഹെഡ്മാസ്റ്റർ ബിനു ജോയിയുടെ നേതൃത്വത്തിലുള്ള കൃഷിയിൽ ഓരോ വർഷവും 100 മേനിയാണ് വിളവ്. ഇത്തവണ 150 ചുവട് ക്യാബേജ്, 100 വീതം കോളിഫ്ലവർ, ബീട്രൂട്ട്, ക്യാരറ്റ്, ബ്രൊക്കോളി എന്നിവയാണ് നട്ടത്. എല്ലാം അടുത്തു തന്നെ വിളവെടുക്കാൻ പാകമാകും. കുട്ടികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുകയാണ് ലക്ഷ്യമെന്ന് ഹെഡ്മാസ്റ്റർ ബിനു ജോയി പറഞ്ഞു. കുട്ടികളിൽ പഠനത്തോടൊപ്പം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, മണ്ണിനെ സ്നേഹിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്കൂളിൽ ഈ തനത് പ്രവർത്തനം എല്ലാ വർഷവും നടത്തുന്നത്. തീർച്ചയായിട്ടും കുട്ടികളിൽ ഇത് ഒത്തിരിയേറെ സന്തോഷമുളവാക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിയോട് കൂടുതൽ ആഭിമുഖ്യം കുട്ടികളിൽ ഉണ്ടാകാനായിട്ട് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ മുൻവശത്ത് അതിമനോഹരമായ ഒരു ഗാർഡനും, കുട്ടികൾക്ക് നിറയെ പൂക്കളുള്ള പൂമ്പാറ്റകൾ വരുന്ന നല്ല മനോഹരമായ ഒരു ഗാർഡനും ഇവിടുത്തെ കുട്ടികൾക്ക് ഇത് കാണാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് കുട്ടികളിൽ ഒരു അനുഭവമാണ്. കുട്ടികൾക്ക് ഇത് കണ്ടുപഠിക്കാനായിട്ട് ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ ഇവിടെ തന്നെ വിളയുന്നത്, ഇത് കടകളിൽ കാണുന്നതല്ല, ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ള മനസ്സിലാക്കാനായിട്ടുള്ള കഴിവും ഇതോടുകൂടി കുട്ടികൾക്ക് ഇവിടെ അനുഭവഭേദ്യമായി തീരാനായിട്ടും ഈ പ്രവർത്തനം ഇടയാക്കുകയും ചെയ്യുന്നു. ശൈത്യകാല പച്ചക്കറികൾക്ക് പുറമെ തക്കാളി, പയർ, കോവൽ, വെണ്ട, പടവലം, കിഴങ്ങുവർഗ്ഗങ്ങളായ കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ എന്നിവയും ഇവിടെ സമൃദ്ധമായി വിളയുന്നുണ്ട്. നാരകം, റംബൂട്ടാൻ, പേര, നെല്ലി, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുമുണ്ട് ഈ കൃഷിയിടത്തിൽ. പേരിനൊരു കൃഷിയല്ല, മറിച്ച് വൈവിധ്യങ്ങളുടെ വിളനിലമാണ് ഈ കൃഷിയിടം. കൃഷിയെ സ്നേഹിക്കുന്ന കുട്ടികളുടെയും അവരെ നയിക്കുന്ന ഹെഡ്മാസ്റ്റർ ബിനു ജോയിയുടെയും അധ്വാനമാണ് ഈ വിദ്യാലയത്തെ ഹരിതാപമാക്കുന്നത്. അധ്യാപക രക്ഷാകർതൃ കൂട്ടായ്മയുടെയും മാനേജ്മെൻറ്റിൻ്റെയും പിന്തുണയുമായപ്പോൾ വർഷം മുഴുവൻ വിളവെടുക്കാൻ പാകത്തിൽ എന്തെങ്കിലുമൊക്കെ ഈ സ്കൂൾ പരിസരത്തുണ്ടാകും. മിസ്റ്റർ ആലപ്പി, മിസ്റ്റർ ട്രാവൻകൂർ മത്സരങ്ങൾ ഫെബ്രുവരി 10 പുളിങ്കുന്ന് സെൻറ് മേരീസ് ഫൊറോന പള്ളി ഹാളിൽ നടക്കും. ആലപ്പുഴ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ഫിസിക്, ക്ലാസിക്, വുമൺ ഫിറ്റ്നസ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, സ്കൂൾ വിദ്യാർത്ഥികൾ, കിഡ്സ് എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 7 തെക്കൻ ജില്ലകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മിസ്റ്റർ ട്രാവൻകൂർ മത്സരമെന്ന് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ എം പണിക്കർ KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. മിസ്റ്റർ ട്രാവൻകൂർ എന്ന് പറയുമ്പോൾ എറണാകുളം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, കൊയിലോൺ ആൻഡ് ട്രിവാൻഡ്രം ഇത്രയും ജില്ലകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള മത്സരമാണ്. അതിനുശേഷം മലബാർ മത്സരം കോഴിക്കോട് വെച്ച് നടക്കുന്നതാണ്. ഈ ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന ഈ മത്സരം പുളിങ്കുന്നിൽ സെന്റ് മേരീസ് ഫൊറോന ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് 10-ാം തീയതി നടത്തപ്പെടുന്നതാണ്. അതിന് മുമ്പുള്ള ഭാരനിർണയം 9-ാം തീയതി 3 മണി മുതൽ ബ്രൂക്ക് ഷോർ മങ്കമ്പ് വെച്ച് നടത്തപ്പെടും. ഈ മത്സരം ഓർഗനൈസ് ചെയ്തത് ആലപ്പുഴ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബോഡി സ്റ്റൈൽ മൾട്ടി ജിം മിസ്റ്റർ തങ്കച്ചൻ കാനാച്ചേരിയുടെ നേതൃത്വത്തിൽ ഈ മത്സരം ഓർഗനൈസ് ചെയ്യുന്നതാണ്. അത് അന്ന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മിസ്റ്റർ തങ്കച്ചൻ കാനാച്ചേരിയുടെ അധ്യക്ഷതയിൽ കുട്ടനാട് MLA മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത്. പുളിങ്കുന്ന് ബോഡി സ്റ്റൈൽ ഫിറ്റ്നസ് സെന്ററിന്റെ ആതിഥേയത്വത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 9 ഭാരനിർണയ ക്യാമ്പ് നടത്തും. വിവിധ ജിംനേഷ്യങ്ങളിൽ നിന്നായി 200 പേർ മത്സരത്തിൽ മാറ്റുരയ്ക്കുമെന്നും പണിക്കർ അറിയിച്ചു. അസോസിയേഷൻ സംസ്ഥാന ട്രഷററും ജില്ലാ പ്രസിഡന്റുമായ സിജോ കാനാച്ചേരിയും പണിക്കർക്കൊപ്പമുണ്ടായിരുന്നു. ചമ്പക്കുളം തേവലക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഭക്തിസാന്ദ്രം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-ന് അപവൃത സ്നാനം നടത്തി. രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം 6:30-ന് ഭാഗവത പാരായണം ആരംഭിച്ചു. 8 മണിക്ക് വിശേഷാൽ പൂജ നടത്തി. ഉച്ചയ്ക്ക് 12-നായിരുന്നു അപവൃത സ്നാന ഘോഷയാത്രയും അപവൃത സ്നാനവും.
അവഭൃത സ്നാനത്തിന് ശേഷം സപ്താഹയജ്ഞ സമർപ്പണം ചെയ്തു. ഉച്ചയ്ക്ക് 1-നായിരുന്നു മഹാപ്രസാദമൂട്ട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.